നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ട്രൈപോഡിൻ്റെയും ഒരു സെൽഫി സ്റ്റിക്കിൻ്റെയും റിവ്യൂ ആണ് നോക്കുന്നത്. ഇന്നെങ്കിൽ ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ട്രൈപോഡായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു സെൽഫി സ്റ്റിക്കായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ ഒരു 2-in-1 പ്രോഡക്റ്റാണ്. ഇതൊരു ബിഗിനർ ലെവലിൽ കോമ്പാക്ട് സൈസിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത്. ബാക്ക് സൈഡിൽ അതിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഒരു യൂസർ മാനുവൽ കാണാൻ പറ്റും. ഇതിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ കുറച്ച് അഡീഷണൽ ഫങ്ഷൻസ് ഒക്കെ ബാക്ക് സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്ലീപ്പ് മോഡ്, പെയറിംഗ് മോഡ്, ഇതെങ്ങനെയാണ് പെയർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിലാണ് നമ്മുടെ ബ്ലൂടൂത്ത് റിമോട്ട് ഷട്ടർ വരുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സെൽഫി സ്റ്റിക്ക് പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇത് ഒരു ചാർജ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു USB-യുടെ ഒരു ചാർജിങ് പ്ലേസ് കാണാൻ പറ്റും. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ഷട്ടർ ബട്ടൺ പ്ലേസ് ചെയ്യേണ്ടത്. ഇത് പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നുമില്ല, ഇവിടെ ജസ്റ്റ് പ്ലേസ് ചെയ്താൽ മതി. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. നമുക്കിത് ഇനി നമ്മുടെ ഫോണുമായിട്ടൊന്ന് പെയർ ചെയ്യുക. ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ബട്ടണിൽ 2 സെക്കൻഡ് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു നീല ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. അതിനുശേഷം നമുക്കിത് ഫോണുമായിട്ട് പെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഷട്ടർ ബട്ടൺ ഇവിടെ നമ്മുടെ ഫോണുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. കണക്റ്റ് ആയി കഴിയുമ്പോൾ ആ ഒരു സെൽഫി സ്റ്റിക്കിലെ നീല LED ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് മാറിയിട്ട് അത് സ്റ്റേബിൾ ആവും. ഫോട്ടോസ് എടുക്കാനായിട്ട് ഈ ഒരു ഷട്ടർ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ സെൽഫി സ്റ്റിക്കിൻ്റെ ഒരു ക്ലോസർ ലുക്ക്. ഇവിടെ 3 ലെഗുകളിൽ നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഏത് സർഫസിൽ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാം. ഫോൺ താഴെ പോകും എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട. ഈ ഒരു ഷട്ടർ ബട്ടൻ്റെ ചാർജ് തീരാറാകുമ്പോൾ ഈ ഒരു നീല കളർ മാറിയിട്ട് ഇവിടെ റെഡ് ആവും. അപ്പോൾ നമുക്കിത് ചാർജ് ചെയ്യാം. പിന്നീട് നമുക്ക് ഈ ഒരു ഹെഡ് പോർഷൻ ഏത് ആംഗിളിലേക്ക് വേണമെങ്കിലും ഇത് ടിൽറ്റ് ചെയ്യാൻ സാധിക്കും. ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ ആയ രീതിയിൽ നമുക്കിത് ടിൽറ്റ് ചെയ്ത് ഫോൺ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഫങ്ഷൻസിൻ്റെ കാര്യത്തിൽ എടുത്ത് പറയുമ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ഈ ഒരു ഷട്ടർ ബട്ടൺ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ആ ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക് ഓഫ് ആവുകയും ഇതൊരു സ്ലീപ്പ് മോഡിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഈ ഒരു ഷട്ടർ ബട്ടൻ്റെ ചാർജ് ലാഭിക്കാൻ സാധിക്കും. അങ്ങനെ കുറച്ച് അധികം ഫങ്ഷൻസ് ഉണ്ട്. ഈ ഒരു ഷട്ടർ ബട്ടണിൽ നമുക്ക് 2 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആവുകയും ബ്ലൂടൂത്തായിട്ട് പെയർ ആവുകയും ചെയ്യും. 3 സെക്കൻഡ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ഓഫ് ആവുകയും ബ്ലൂടൂത്തിൽ നിന്ന് അൺപെയർ ആവുകയും ചെയ്യുന്നതാണ്. 1100 രൂപയ്ക്ക് ഇതൊരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റാണ് നമുക്ക് പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പർച്ചേസിംഗ് ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്.